ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടുള്ളത് തന്നെയാണ്. ട്രിഗ്നോമെട്രി എന്നൊരു ടോപ്പിക് പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ 10ാം ക്ലാസ്സിൽ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന ടോപ്പിക്സ് ഒന്നും അല്ലാതെ പുതിയതായിട്ട് വന്നൊരു ടോപ്പിക്കാണ് ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും പേടിയാണ്. 10ാം ക്ലാസ് തുടങ്ങുകയാണ്, അവിടെ ട്രിഗ്നോമെട്രി ഉണ്ട്, അത് ഭയങ്കര ടഫാണ്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാണ് കുട്ടികൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് മുതൽ പഠിച്ചു തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ അത്ര ഹാർഡായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല അത്. എല്ലാവരും അങ്ങനെ പറഞ്ഞ് അതിനെ ഹാർഡാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് മുതൽ പഠിച്ചു തുടങ്ങാം. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന പുതിയ സീരീസിന്റെ പേര് ട്രിഗ്നോമെട്രി 101 എന്നാണ്. ഈ സീരീസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതിനായിട്ട് 10ാം ക്ലാസ്സിലെ ട്രിഗ്നോമെട്രിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി റെസിപ്രോക്കൽ റിലേഷൻ, ഐഡന്റിറ്റീസ്, കോംപ്ലിമെന്ററി ആംഗിൾസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ടോപ്പിക്സും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനും ഉണ്ടായിരിക്കും. സീരീസ് കഴിയുമ്പോഴത്തേക്കും ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് ഈസി ആയി മാറും. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങളുടെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ഡൗട്ടും ഇല്ലാതെ. അങ്ങനെ ട്രിഗ്നോമെട്രി എന്ന ടോപ്പിക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ട് ഫുൾ മാർക്ക്, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനായിട്ട് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാവരും കൂടിക്കോളൂ കേട്ടോ നമ്മുടെ പുതിയ സീരീസിന്റെ കൂടെ. ട്രിഗ്നോമെട്രി 101 സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒന്നും ഓർക്കേണ്ടതില്ല. അതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ട്രിഗ്നോമെട്രിയിലുള്ളത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, അതിന്റെ സൈഡുകളുടെ റേഷ്യോസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം, ട്രയാങ്കിൾ ABC. ഇതാണ് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ. മനസ്സിലായല്ലോ. ഇനി പൈത്തഗോറസ് തിയറം പഠിക്കുന്ന സമയത്ത് ട്രയാങ്കിളിന്റെ ഓരോ സൈഡുകൾക്ക് ഓരോ പേര് പറഞ്ഞിരുന്നു. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്. ആ സൈഡിന്റെ പേര് ഹൈപ്പോട്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്. ഇത്രയും പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ, അല്ലേ? ട്രിഗ്നോമെട്രിയിൽ വരുമ്പോൾ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് തന്നെയാണ്. ആൾട്ടിറ്റ്യൂഡും ബേസും നമുക്കൊന്ന് മാറ്റാം. ആംഗിൾ എ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ ആംഗിൾ എയുടെ മെഷർമെന്റ് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇതിന് തീറ്റ എന്നൊരു വാല്യൂ കൊടുക്കാം. അതായത് തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി ആവാം, 45 ഡിഗ്രി ആവാം, അതല്ലെങ്കിൽ 60 ആവാം, ഏതോ ആവാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാറില്ലേ? വേരിയബിൾസിന് ഒരു വാല്യൂ ഉണ്ടോ? ഇല്ല. അത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ a+2² എന്ന് എഴുതി, അതിൽ ഈ എയുടെ വാല്യൂ എപ്പോഴും മാറാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഴുതും, അല്ലേ? അതുപോലെ ഈ തീറ്റയുടെ വാല്യൂ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആംഗിൾ എത്ര ആണോ അതിനനുസരിച്ച് ഇത് മാറാം. അത് ചില സമയത്ത് 30 ഡിഗ്രി ആവാം. അതല്ലെങ്കിൽ നമുക്ക് തരുന്നത് ആംഗിൾ എ എന്നോ ആംഗിൾ ബി എന്നോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ തീറ്റയ്ക്ക് പകരം ആ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ മനസ്സിലായില്ലേ? തീറ്റ ഈക്വൽസ് ടു ഏത് വാല്യൂ വേണമെങ്കിലും, ഏത് നമ്പർ ആണെങ്കിലും, അതല്ലെങ്കിൽ ലെറ്റർ ആണെങ്കിലും വരാമെന്ന് പറഞ്ഞു നമ്മൾ. ഇനി ഈ ഹൈപ്പോട്ന്യൂസ് ഉണ്ടല്ലോ, ഇത് ഹൈപ്പോട്ന്യൂസ് തന്നെ, അതിനൊരു മാറ്റമില്ല. എപ്പോഴും അത് അങ്ങനെ തന്നെ. ലോങ്ങസ്റ്റ് സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. ആംഗിൾ എയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, സൈഡ് BC, അതിനെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഓപ്പോസിറ്റിൽ വരുന്നത് ഓപ്പോസിറ്റ് സൈഡ്. ഇനി നോക്കൂ, അതിന്റെ തൊട്ടടുത്തുള്ള സൈഡ് AB ആണ് അതിന്റെ അഡ്ജസന്റ് സൈഡ്. അതിന്റെ തൊട്ടടുത്തുള്ള സൈഡാണല്ലോ ഈ AC എന്ന സൈഡും. അപ്പൊ അത് അഡ്ജസന്റ് ആണോ എന്ന് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നോ? ഇല്ല. നമ്മുടെ ഈ ലോങ്ങസ്റ്റ് സൈഡ് ഒരിക്കലും അഡ്ജസന്റ് സൈഡ് ആവുന്നില്ല. അത് എപ്പോഴും ഹൈപ്പോട്ന്യൂസ് തന്നെ. അതായത് നമ്മുടെ ഈ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന ലോങ്ങസ്റ്റ് സൈഡ് ഹൈപ്പോട്ന്യൂസ് തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഓപ്പോസിറ്റിലുള്ള സൈഡ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് സൈഡാണ് കിട്ടാത്തതുള്ളത്? അത് അഡ്ജസന്റ് സൈഡ്. മനസ്സിലായില്ലേ? ഇനി ചില സമയത്ത് നമുക്ക് ഈ ആംഗിൾ
തന്നെ കൺസിഡർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആംഗിൾ സി ആണ് കൺസിഡർ ചെയ്തെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റിൽ വരുന്ന ഈ സൈഡ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ ആയിരിക്കും അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ ആണോ? ഏത് ആംഗിൾ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്ന ആംഗിളിന്റെ തൊട്ടടുത്തുള്ള സൈഡ് അഡ്ജസൻറ്റ് സൈഡ്, അതിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മുഴുവൻ യൂസ് ചെയ്യുന്നത് ഈ ടേംസ് ആയിരിക്കും: ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. ഇനി നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആണ് പഠിക്കേണ്ടത്. ഇവിടെ 6 റേഷ്യോസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്: സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക്ക് ആൻഡ് കോട്ട്. ഇവിടെ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ എന്ന് എഴുതാം. ഇപ്പൊ ഈ എഴുതിയിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. പല സമയത്തും റെഫറൻസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും ഈ ഓർഡർ മാറ്റരുത്, ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. ആദ്യം സൈൻ, പിന്നെ കോസ്, പിന്നെ ടാൻ, പിന്നെ കൊസീക്ക്, പിന്നെ സീക്ക്, കോട്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് സൈൻ തീറ്റ നോക്കാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആ റേഷ്യോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് എ സി. മനസ്സിലായില്ലേ? ഇനി കോസ് തീറ്റ. അപ്പൊ ഈ തീറ്റയുടെ അടുത്തുള്ള സൈഡ് അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആദ്യത്തത് സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ ആകുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് എ സി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ടാൻ തീറ്റ നോക്കാം. ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ ആയില്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ ആണ് നമുക്ക് എഴുതാനുള്ളത്. ഈ ആദ്യത്തെ 3 റേഷ്യോസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കൊസീക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. അതായത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ സി ബൈ ബി സി. അതുപോലെ തന്നെ സീക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് എ സി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി. ഇനി കോട്ട് തീറ്റ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഈസ് എ ബി ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ബി സി. ഇത്രയും മനസ്സിലായല്ലോ? ആദ്യം സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ കണ്ടുപിടിക്കണം. അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. ഇനി സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ഒരു കോഡ് പറയാം. അതായത് SOHCAH SOHCAHTOA means sin theta is opposite side by hypotenuse, cos theta is adjacent side by hypotenuse and tan theta is opposite side by adjacent side. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു കോഡ് പഠിച്ചു വെക്കാം. ഈ 3 റേഷ്യോസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 3ഉം ഈസി ആയിട്ട് എഴുതാനോ അതിന്റെ റെസിപ്രോക്കൽസ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ SOHCAHTOA ഇത് പഠിച്ചു വെക്കുക, മറക്കരുത്. സോ ഈസ് സൈൻ തീറ്റ ഈക്വൽസ് ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, cos theta equals to adjacent side by hypotenuse and tan theta equals to opposite side by adjacent side. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പൊ ഈ പഠിച്ച റേഷ്യോസ് ഒന്ന് ക്ലിയർ ആവാനായിട്ട് ഈ സൈഡുകൾക്കൊക്കെ ഓരോ മെഷർമെന്റ്സ് കൊടുക്കാം. ഇത് 3 യൂണിറ്റ്സ്, ഇവിടെ 4 യൂണിറ്റ്സ്, ഇവിടെ 5 യൂണിറ്റ്സ്. സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് 4 യൂണിറ്റ്സ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് 5. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അടുത്തത് നോക്കാം. കോസ് തീറ്റ. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. അതുപോലെ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് 4 ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് 3.
ഇനി അടുത്തത് കൊസീക് തീറ്റ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കും 5/4. സീക് തീറ്റ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ 5/3. കോട്ട് തീറ്റ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 3/4. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി റെസിപ്രോക്കൽ റിലേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.